അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പിസ്സൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പിസ്സയാണ്. ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള നല്ല ക്രീമി യമ്മി ചിക്കൻ പിസ്സ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ആദ്യം തന്നെ പിസ്സൻ്റെ ടോപ്പിംഗ് ചെയ്യേണ്ട മസാലയായിട്ട് തുടങ്ങാം. ഇതൊരു 250 ഗ്രാം ചിക്കൻ ചെറിയ പീസാക്കി കട്ടാക്കി വെച്ചതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വന്നാൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി വരാൻ 5 മിനിറ്റ് ടു 10 മിനിറ്റ് വരെ എടുക്കും. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചിക്കൻ ഏകദേശം ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് ഇഞ്ചി ഇടാൻ വിട്ടുപോയതുകൊണ്ട് അത് ഞാൻ പിന്നീട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇട്ടപ്പോൾ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുറച്ച് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസിൽ 2 ഉള്ളിയുണ്ട്. ഞാൻ കുറച്ച് വലിയ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അളവിനനുസരിച്ച് നിങ്ങൾ ഉള്ളിൻ്റെയും മസാലൻ്റെയും ചിക്കൻ്റെയും ക്വാണ്ടിറ്റി കുറച്ച് അഡ്ജസ്റ്റ് ആക്കിയാൽ മതി. ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക. ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് ലാസ്റ്റായിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം അങ്ങനെ അധികം കുക്കാകാനൊന്നും നിൽക്കണ്ട. 1 മിനിറ്റോ 2 മിനിറ്റോ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇനി നമുക്ക് പാൻ ഓഫാക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസും ടൊമാറ്റോ സോസും ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി വേണ്ടതാണ് വൈറ്റ് സോസ്. ഈ പിസ്സയിൽ ഞാൻ ചീസിന് പകരം വൈറ്റ് സോസാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് നല്ല ക്രീമി ആയിട്ടുള്ള പിസ്സ ഈ വൈറ്റ് സോസ് ഉണ്ടെങ്കിൽ കിട്ടും. ചീസ് വേണ്ട. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ പാലിൽ ആദ്യമേ അലിയിച്ചിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാം. ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട്. അങ്ങനെയാകുമ്പോൾ കുറച്ച് കട്ട പിടിക്കുന്നത് കുറഞ്ഞു കിട്ടും. പിന്നെ കുറച്ച് സമയം മൈദ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് അധിക സമയം ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈദ കുറച്ച് വഴറ്റിയതിന് ശേഷം ഞാനൊരു 1/4 കപ്പ് പാല് ആണ് ഞാൻ ഈ വൈറ്റ് സോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ കട്ട പിടിക്കാണ്ട് കുറച്ച് ഇളക്കി കൊടുത്ത് കുറച്ച് തിക്കാവുന്നവരെ ഇളക്കി കൊടുക്കുക. തിക്കായതിനു ശേഷം 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് പാൻ ഓഫാക്കുക. വൈറ്റ് സോസ് റെഡിയായി. ഇനി ഏറ്റവും ലാസ്റ്റിലുള്ള കാര്യമാണ് പിസ്സൻ്റെ ബേസ്. ഞാനിവിടെ 5 മുട്ടൻ്റെ പിസ്സയാണ് ആക്കുന്നത്.
അപ്പോൾ 5 മുട്ടക്ക് 5 ബ്രെഡ് സ്ലൈസസ് എന്നുള്ള ആണ് കണക്ക്. അപ്പോൾ ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് 5 ബ്രെഡ് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം. സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല. ശേഷം 5 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് കുറച്ച് വലിയ ഫ്രൈയിങ് പാനിൽ ഒഴിക്കേണ്ട പിസയാവും. അപ്പോൾ നിങ്ങൾക്ക് ചെറുതാണ് വേണ്ടെങ്കിൽ മുട്ടൻ്റെയും ബ്രെഡിൻ്റെയും അളവ് 3-4 എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ജ്യൂസാക്കി എടുക്കണം. ഇനിയാണ് ഫൈനലായിട്ട് പിസ കുക്ക് ചെയ്യുന്ന ടൈം. ഒരു ഫ്രൈ പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ബ്രെഡും മുട്ടയും അടിച്ച ജ്യൂസ്. ഇനി പാന് കുറച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അടിച്ചു വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ തീയിൽ വേണം വെക്കാൻ. എന്നിട്ടൊരു 30 മുതൽ 40 സെക്കൻഡ് വരെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. അതായത് ഇതിൻ്റെ താഴത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് ആവുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കാം. 30 to 40 സെക്കൻഡ് മാത്രം മതി. അധികമായി കഴിഞ്ഞാൽ പിന്നെ മസാല ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ടൈം അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മസാല ഇട്ട് കൊടുക്കാം. മസാല എല്ലാവരുടെയും കവറാകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് സോസും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇനി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ ഏറ്റവും ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്യാൻ. ഫ്ലെയിം നല്ല അധികമായി കഴിഞ്ഞാൽ പെട്ടെന്ന് താഴെയെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചെറിയ ഫ്ലെയിമിലാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കുക്കായതിനു ശേഷം പിസ്സ റെഡിയായി. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഒരു യമ്മി പിസ്സ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വൈറ്റ് സോസിന് പകരം നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വൈറ്റ് സോസിലുള്ള നല്ല ക്രീമായിട്ടുള്ള വൈറ്റ് സോസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.